ഹായ്, 6 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഹനി അനുഗ്രാസിന്റെ പുതിയയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് അയാൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ തേടി കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന ഒരു വീട് 1960 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത്. ഒരു 1260 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. 700 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ 4 ബെഡ്റൂമുകൾ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ഗ്രൗണ്ട് ഫ്ലോറിലും 2 ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ആദ്യം ഒന്ന് കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീടിന്റെ പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 500-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 390-330 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. അടുത്ത ഡൈനിങ് ഏരിയ ആണ്. 560-425 സെന്റിമീറ്റർ എന്നതാണ് ഡൈനിങ്. ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. ചെറിയൊരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. 260-330 എന്നുള്ളതിലാണ് കിച്ചൺ. ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂം ആണ്. 360-330 എന്നുള്ളതിലാണ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കോമൺ ബാത്റൂമും. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. 360-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമുകളാണുള്ളത്. 360-330 സെന്റിമീറ്റർ എന്ന അളവിൽ തന്നെയാണ് 2 ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു അപ്പർ ലിവിംഗ് സ്പേസും കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇനി പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ നോക്കാം. നമുക്കിവിടെ സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്ക് കിടക്കുന്നു. സോഫ ടി വി യൂണിറ്റ് ഒക്കെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഡൈനിങ് ഏരിയ. ഡൈനിങ്ങിന് പുറത്തായിട്ടാണ് നമുക്കിവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമും. ഇവിടെയായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ 3D ആണ്. 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു അപ്പർ ലിവിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീടിന്റെ പ്ലാനും അതിന്റെ 3D കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും നോക്കാം. ഈ നിർമ്മാണ ചെലവിന്റെ കാര്യത്തിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു പ്ലാൻ എല്ലായിടത്തും ഇതേ റേറ്റിൽ ചെയ്യാനും പറ്റില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും അവിടുത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം വരും എന്നത് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് ഈ പറയുന്നത്. ഇതിൽ താഴെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എങ്ങനെയാണെന്നാലും ഈ ഒരു കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. ഇതിൽ കൂടേ ഉള്ളൂ. കുറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ എപ്പോഴും ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വീടിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നത് 5-10 കൊല്ലത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. ആകെ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ കോസ്റ്റ് 4,50,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിൽ 1260 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് ഫ്ലോറിനുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 4,50,000 രൂപ. അടുത്തതായിട്ട് ഇതിൻ്റെ ബ്രിക്ക് വർക്ക് അതുപോലെ ലിൻഡൽ സൺഷെയ്ഡ് വാർക്ക വരെയുള്ള കോസ്റ്റ് 14,68,000 രൂപ. ഇത് 2 നിലകളിൽ ഉള്ള വർക്ക് അതുപോലെ വാർക്ക എല്ലാം കൂടിയിട്ടുള്ള കോസ്റ്റാണ് 14,68,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. 24 സെന്റിമീറ്റർ ആണ് നമ്മൾ വാൾ തിക്നെസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിൻഡൽ 15 സെന്റിമീറ്റർ, സൺഷെയ്ഡ് 10 സെന്റിമീറ്റർ വരെ അതൊരു സ്ലോപ്പ് ആയിട്ടാണ് സൺഷെയ്ഡ് കൊടുക്കുക. 5 ഇഞ്ചിൽ റൂഫ് സ്ലാബ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് 14,68,000 രൂപ വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത് വാർക്ക വരെയുള്ള കോസ്റ്റ് നമുക്ക് 18,74,000 രൂപ വരുന്നുണ്ട്. ഇനി അടുത്ത അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളിൽ കിടക്കുകയാണെങ്കിൽ പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ടൈലിങ്ങിനുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് 11,48,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അടുത്ത അതിൻ്റെ ഡോറ്, വിൻഡോ, ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് 8,05,000 രൂപയും നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 38,27,875 രൂപ കോസ്റ്റ് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. 1960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീട് നിർമ്മിക്കാനായിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റിന് 1952 രൂപ വരും. ഇത് ഏതാണ്ട് ഇതേ പാറ്റേണിലുള്ളൊരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ കോസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ 1980 മറ്റോ ആണ് വന്നത്. ഇവിടെ ആകുമ്പോൾ സ്ക്വയർ ഫീറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ഏരിയ കൂടുകയും സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറയുന്ന കാര്യമാണ്. നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വെറുതെ കൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിച്ചിട്ട് നമ്മൾ വാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണത്. ഇവിടെ വീടിൻ്റെ ഏരിയ കൂടിയപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറഞ്ഞു. ഓക്കെ, പലപ്പോഴും 1000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന വീടുകൾക്കൊക്കെ ചിലപ്പോൾ 2000 മേലേക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നതായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർ ഇതുവരെ സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഒരു 10 കോൺട്രാക്ട് എടുത്ത് പോകും. അവർ ഏറ്റവും കുറവ്
റേറ്റ് പറയുന്ന ആരാണ് അവർക്ക് വർക്ക് കൊടുക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. അപ്പോൾ കുറഞ്ഞ റേറ്റിന് പ്രീമിയം ക്വാളിറ്റി വേണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർ ചെയ്ത മുന്നേ വർക്കുകൾ അല്ലെങ്കിൽ അവരെന്തൊക്കെയാണോ, അതായത് വർക്ക് എടുക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ബിൽഡർ അവർ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുകയാണ്, നമ്മൾ ഇന്ന വർക്ക് ചെയ്യുന്നതിന് ഇത്ര രൂപ എന്നുള്ള ഓരോ കാര്യങ്ങളും, അത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് റേറ്റ് എടുത്തിട്ട് അവർക്ക് വർക്ക് കൊടുക്കുക എന്നാണ് എപ്പോഴും നല്ലത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറച്ച് കൂടിയേക്കാം, പക്ഷേ എങ്കിലും നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള മുതൽ ആ വീട്ടിലുണ്ടാവും എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി അതാണ്. അല്ലാതെ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിന് കൊടുക്കുമ്പോൾ അവർ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളത്. ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതിന് മണ്ണ് എടുക്കുന്നതിനൊക്കെ ആയിട്ട് 12,000 രൂപ വരുന്നുണ്ട്. പിന്നെ അടുത്തത് അതിൻ്റെ കരിങ്കല്ലിൻ്റെ വർക്കാണ്. 1.5 ലക്ഷം രൂപയാണ് കരിങ്കല്ലിൻ്റെ വർക്ക്. അത് മെറ്റീരിയൽ ലേബർ അടക്കം. ഇത് 2 അടി താഴ്ചയിൽ വരുന്ന കരിങ്കല്ല്. അത് പിന്നെ അതിൽ ബെൽറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് 87,000 രൂപയാണ്. ഇനി അതുപോലെ തന്നെ എർത്ത് ഫില്ലിങ്, നമ്മൾ ഫൗണ്ടേഷനിൽ മണ്ണ് നിറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് 81,000 രൂപയാണ്. അങ്ങനെയാണ് 4,50,000 രൂപ വരുന്നത്. അപ്പോൾ ഈ എർത്ത് ഫില്ലിങ്ങിൻ്റെ കാര്യം എല്ലാ വീഡിയോസിലും ഇങ്ങനെ എടുത്ത് പറയുന്ന കാര്യമാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ലോഡ് മണ്ണിന്, നല്ല മണ്ണിന് ഒരു 4,000 രൂപ 5,000 രൂപ ഒക്കെ വരുന്നുണ്ട് തൃശ്ശൂർ. അത് തൃശ്ശൂർ തന്നെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ റേറ്റ് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഓരോ, ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരളത്തിലെല്ലായിടത്തും ഇത്ര രൂപയ്ക്ക് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മെറ്റീരിയൽസിനും ഒരേ വിലയല്ല കേരളത്തിൽ. ഇനി അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ബ്രിക്ക് വർക്ക് എത്ര വന്നു എന്നുള്ളതാണ്. 7,10,000 രൂപയാണ് ബ്രിക്ക് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള വർക്കാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ ലിൻഡല് സൺഷെയ്ഡ് 1,50,000 രൂപ. വാർക്ക 6,10,000 രൂപ വരുന്നുണ്ട്. നമ്മുടെ റൂഫ് സ്ലാബിന് 6,10,000 രൂപ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 14,62,000 രൂപ ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് 4,34,000 രൂപ, പെയിൻറ്റിങ് 3,18,000 രൂപ, അതുപോലെ ടൈല് 3,95,000 രൂപ. അങ്ങനെ 11,48,000 രൂപ ഈ ഒരു സ്റ്റേജിൽ. അത് പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ടൈല് 11.5 ലക്ഷം രൂപ. 4,34,000 പ്ലാസ്റ്ററിങ്, 3,18,000 പെയിൻറ്റിങ്, 3,95,000 ടൈല്. ഇതിൻ്റെ ടൈലിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ്. കുറഞ്ഞ ടൈലുണ്ട്, കൂടിയ ടൈലുണ്ട്. അതൊക്കെ നിങ്ങൾ വർക്ക് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക, എത്ര രൂപയുടെ ടൈലാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈല് വേണ്ട, കൂടിയ ടൈല് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞതിനനുസരിച്ച് ആ ഒരു റേറ്റ് ഇട്ട് തരികയും ചെയ്യും. ഇനി അതിൻ്റെ 8 ലക്ഷം രൂപയാണ് നമുക്ക് പ്ലംബിങ്, ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്ക്, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ്, ഡോർ, വിൻഡോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 8 ലക്ഷം രൂപ. അങ്ങനെ 38,27,000 രൂപയാണ് ഈ വീടിൻ്റെ നിർമ്മാണ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിൻ്റെ പ്ലാൻ റെഡി കാര്യമൊക്കെ ചെയ്യാനാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.